നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഏരിയൽ ഷാരോണിന്റെ അതേ ദുർവിധിയിലേക്ക് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷാഘാതം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു, അതായത് സ്ട്രോക്ക് വന്നിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ ചിലത് പുറത്തു വരികയാണ്. പാർഷ്യൽ പാരാലിസിസ് ഉണ്ടായിരിക്കുകയാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ ബുദ്ധിമുട്ട് ഏറെ വരുന്നു. സംസാരത്തിൽ തന്നെ വളരെയധികം വ്യക്തത കുറവുണ്ട്. ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ പൊടുന്നനെ ഉണ്ടായിട്ടുള്ളതാണ്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ദി ടൈംസ് ഓഫ് ഇസ്രായേൽ അവരുടെ ഔദ്യോഗിക ദിനപത്രം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന വാർത്തകൾ സ്ഥിരീകരിച്ചിരുന്നു. ഇത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് സയനിസ്റ്റ് ഭരണകൂടത്തിനുണ്ടാകുന്നത്. പ്രത്യേകിച്ചും നെതന്യാഹുവിനെ പോലെ എതിരാളികളോട് ഒരു ദാക്ഷിണ്യമോ ദയയോ കാണിക്കാത്ത, പിഞ്ചു കുഞ്ഞുങ്ങളെന്നോ പട്ടിണി പാവങ്ങളെന്നോ നോക്കാതെ അവരെയെല്ലാം നിഷ്കരുണം വെട്ടിവീഴ്ത്തുന്ന നെതന്യാഹുവിൻ്റെ ഭരണം അസ്തമിച്ചാൽ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ഒരു നാശമുണ്ടാകും. കാരണം ഖമനയി വെറുതെ ഇരിക്കില്ല എന്നുള്ളത് നന്നായി അറിയാം. അമേരിക്കയ്ക്കെന്ന് മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ എന്ന് മാത്രമല്ല, ലോകത്തെമ്പാടും എല്ലാ രാജ്യങ്ങൾക്കും അത് അറിവുള്ള കാര്യമാണ്. ഭരണാധികാരിയായ നെതന്യാഹു വലിയ രീതിയിൽ കടുത്ത രക്തസമ്മർദ്ദം ഉൾപ്പെടെ ഉണ്ടായി അദ്ദേഹത്തിന് പക്ഷാഘാതത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഭരണമാറ്റത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമുക്കറിയാം, ലിക്വിഡ് പാർട്ടിക്ക് കേവല ഭൂരിപക്ഷമൊന്നുമില്ല. എന്നാലും നെതന്യാഹു ഈ യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചാണ് പ്രധാനമന്ത്രി കസേരയിൽ അള്ളിയിരിക്കുന്നത്. അതിന് വലിയ രീതിയിൽ വിലങ്ങുതടിയായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം. കിടപ്പിലേക്കാണോ പോകുന്നത്? ഒരുപക്ഷെ ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിലേക്ക് തളർവാദം പിടിപെട്ട് നെതന്യാഹു രോഗശയ്യയിലേക്ക്, അന്ത്യനാളുകളിലേക്ക് പോവുകയാണോ എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെടേണ്ടത്. ഏതായാലും മെഡിക്കൽ ബുള്ളറ്റിൻ ഉൾപ്പെടെ പുറത്തു വരുന്ന അനുസരിച്ച് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ അതിസങ്കീർണമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചലിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതല്ലാതെ കിടപ്പിലേക്കായിട്ടില്ല. അതും വളരെ വൈകാതെ ആ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഹമാസും ഹിസ്ബുള്ളയും യമനിലെ ഹൂതി വിമതരും ഒരു രീതിയിലും വിട്ടുകൊടുക്കാതെ തന്നെയാണ് മൊസാദിനെതിരെയുള്ള നിരന്തരമായ നീക്കങ്ങൾ നടത്തുന്നത്. യമനിലെ ഹൂതികൾ ശക്തമായി യഹ്യാ സരിയോടൊപ്പം നിന്നുകൊണ്ട് അവർ ചെങ്കടലിൽ മാത്രമല്ല ഇസ്രയേലിനോടും ശക്തമായി ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ശക്തി റഷ്യയാണ് കൃത്യമായി ഇറാന് പകരുന്നത്. ഇസ്രയേലിനെതിരെ ഏറ്റവും കൂടുതൽ നീക്കങ്ങൾ നടത്തുന്ന രാജ്യങ്ങളിലൊന്ന് ഇപ്പോൾ റഷ്യയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനും അത് വെല്ലുവിളി തന്നെയാണ്. ഒരേ സമയം ഉക്രൈനെതിരെയും അതുപോലെ തന്നെ സഹായം എന്ന രീതിയിൽ ഇറാന് വേണ്ടിയും റഷ്യ രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, റഷ്യയും ഇറാനും നേരിടുന്ന പ്രശ്നങ്ങൾ ഏറെക്കുറെ സമാനമായ സാഹചര്യത്തിൽ ഇത് വളരെ കലുഷിതമാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു.